ക്യാൻസർ ഇല്ലാത്ത വീട്ടമ്മയുടെ മാറിടം ഡോക്ടറുടെ പിഴവ് മൂലം മുറിച്ചു മാറ്റിയെന്ന് പരാതി. കടവന്ത്ര ഇന്ദിരാഗാന്ധി കോർപ്പറേറ്റീവ് ആശുപത്രി സർജൻ ഡോക്ടർ ജോജോ വി ജോസഫിനെതിരെയാണ് പരാതി. തൃശൂർ വരന്തപ്പിള്ളി സ്വദേശി ഷീജ പ്രഭാകരൻ കടവന്ത്ര പോലീസിന് പരാതി നൽകി. തൃശൂർ ജീവ ലാബിലെ പരിശോധനയിൽ ഷീജയ്ക്ക് ക്യാൻസർ എന്ന് കണ്ടെത്തി. ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ ശസ്ത്രക്രിയ ചെയ്തത് 2024 ഫെബ്രുവരി 17-നാണ്. ഷീജയുടെ വലതുമാറിടം നീക്കം ചെയ്തു. ലേക്ക് ഷോർ ആശുപത്രിയിലെ പരിശോധനാ ഫലം ഫെബ്രുവരി 13-ന് ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ ലഭിച്ചു. അതിൽ ക്യാൻസർ ഇല്ലെന്നാണ് സ്ഥിരീകരിച്ചത്. മുഖ്യമന്ത്രിക്കടക്കം വീട്ടമ്മ ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടുണ്ട്. വേദന വന്നിട്ട് ഉടനരട്ടി പോയി. അവിടെ പോളിട്ട് വന്നപ്പോൾ ആളൊരു തെരുവൊരു ഒപ്പത്തെ പോലെ ചെയ്തു. തെരുവൊരു ഒപ്പത്തെ പോലെ ചെയ്തു. അതിന്റെ അത് പരിശോധനന്റെ ആയിരുന്നു. അത് ജീവ ലാബിലായിരുന്നു. അവിടെ ആ റിപ്പോർട്ടിലാണ് ഇതിന്റെ ഡാൻസറാണെന്ന രോഗം ഉണ്ടെന്ന് പറഞ്ഞ. അതിന്റെ ആ റിപ്പോർട്ട് മുതൽ ഞങ്ങൾ ധാര കാണാൻ പോയി. കാണാൻ തന്ന് ധാര കണ്ടു. ഈ വിവരങ്ങളെല്ലാം പറഞ്ഞു. അപ്പൊ ആള് പറഞ്ഞു ആള് ഒരു മരുന്ന് എനിക്ക് എഴുതി തന്നില്ല. ആള് പറഞ്ഞു ആ തേട് വാങ്ങി കൊണ്ടുവന്ന് രണ്ടാമത് നോക്കിട്ട് നമ്മുടെ ഓട്ടം എടുത്താന്ന് വന്നു. അത് കഴിഞ്ഞിട്ട് അത് അവര് നോക്കി 13-ാം തീയതി ആ റിപ്പോർട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് ഓപ്പത്തെ ചെയ്തത് 17-ാം തീയതിയാണ് എന്നെ. അപ്പൊ ആ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നില്ല. ഇത് എന്താ രോഗം അതിലുണ്ടായിരുന്നില്ല. അതേസമയം ഈ ആരോപണം തള്ളുകയാണ് ഡോക്ടർ ജോജോ വി ജോസഫ്. സ്വകാര്യ ലാബിലെ തെറ്റായ കണ്ടെത്തലിനെ പഴിച്ചാണ് ഡോക്ടറുടെ വിശദീകരണം. എന്റെ അടുത്ത് ഈ രോഗി എത്തുമ്പോൾ, അതായത് സർജിക്കൽ ട്രീറ്റ്മെന്റിലാണ് ഈ രോഗി എത്തുന്നത്. 12-ാം തീയതിയാണ് ഇവരെന്നെ കാണാൻ വരുന്നത്. അപ്പം എന്നെ ഒരു സർജൻ എന്ന നിലയിൽ എന്റെ അടുത്ത് വരുമ്പോൾ എനിക്ക് അറിയേണ്ടത് ഈ പർട്ടിക്കുലർ പേഷ്യന്റിന് സർജറി ചെയ്യണോ വേണ്ടിയോ എന്നറിയണമെങ്കിൽ 2 കാര്യങ്ങളാണ് എനിക്ക് അറിയേണ്ടത്. ഒന്ന്, ഈ പേഷ്യന്റിന് ക്യാൻസർ ഉണ്ടോ, അതിന്റെ റിപ്പോർട്ട് ഉണ്ട്. അത് അവരെനിക്ക് തന്നു. അതാണ് ജീവ ലബോറട്ടറീസിന്റെ, ഞാൻ അതിന്റെ കോപ്പി എന്റെ ഞാൻ അയച്ചു തരാൻ ഈ ഫോണിൽ പറഞ്ഞത്. ആ റിപ്പോർട്ടാണ്. അതിൽ MD പതോളജിസ്റ്റ് NABL അക്രഡിറ്റഡ് ലാബിലെ സീനിയർ പതോളജിസ്റ്റിന്റെ റിപ്പോർട്ടുണ്ട്. ഇൻഫിൽട്രേറ്റിംഗ് ഡക്ട് കാർസിനോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രസ്റ്റ് ക്യാൻസർ. അപ്പൊ ആദ്യത്തെ ഭാഗം തീർന്നു. ഇനി രണ്ടാമത് എനിക്കറിയേണ്ടത് ഈ അസുഖം മറ്റു ഭാഗത്തേക്ക് പോയിട്ടുണ്ടോ ചെക്ക് ചെയ്തിട്ടുണ്ടോ. അതുമില്ല. അതിനുശേഷമാണ് സർജറിക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. ആ സർജറിക്ക് 16-ാം തീയതി വരാനായിട്ട് ഞാൻ റെക്കമെൻഡേഷൻ കൊടുക്കുന്നു. അവർ വന്ന് അഡ്മിറ്റഡ് ആവുന്നു. ഇവര് സർജറി ചെയ്ത് തിരിച്ചു പോകുന്നു. ഇതാണ് സംഭവം. ഇതിനിടയിൽ ഇവര് പറയുന്ന ബാക്കി കാര്യങ്ങൾ ഇവര് വീണ്ടും പരിശോധനയ്ക്ക് കൊടുത്തു. അതല്ല എങ്കിൽ ഇവര് പറയട്ടെ, ഞാൻ ഇവര് കൊണ്ടുവന്ന സ്ലൈഡ് വീണ്ടും പരിശോധനയ്ക്ക് അയച്ചതിന് ശേഷം ഞാൻ ആ റിപ്പോർട്ട് കാണാതെ ഇവരെ സർജറി ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഭാഗത്ത് തെറ്റ്. അങ്ങനെ എന്തെങ്കിലും ഇവരുടെ എവിഡൻസ് ഉണ്ടോ എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുത്ത റിക്വസ്റ്റ് പോലും വേണ്ട. ഇവര് കാണിക്കുന്ന റിപ്പോർട്ടിൽ ഏത് ഡോക്ടറെ കൊടുത്തെന്ന് എന്റെ മുകളിൽ എഴുതിയിട്ടുണ്ടാവും. അതായത് നമ്മളൊരു പരിശോധനയ്ക്കില്ല അവരെ ഏത് വേസ്റ്റാണെന്നുള്ളത് നമ്മുടെ റിക്വസ്റ്റ് അവർ വെച്ചില്ല എന്ന് വിചാരിച്ചു. ആ റിപ്പോർട്ടിന് മുകളിലുണ്ട്. അങ്ങനെ എന്തെങ്കിലും എന്റെ പേരുണ്ടോ? ഇതൊന്നും ഇല്ലാതെ ഇവര് ഒരു സുപ്രഭാതത്തിൽ വന്ന് എന്റെ മേലെ ആരോപണം ഉന്നയിക്കുന്നതിന് യാതൊരു കാര്യമില്ല. കുടുംബം ശക്തമായ നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ്. ഡോക്ടറെ അടക്കം പ്രതി ചേർത്ത് പോലീസ് കേസെടുത്തിട്ടുമുണ്ട്. അങ്ങനെ നല്ല ട്രീറ്റ്മെന്റ് ഇത് കളയണതാന്ന് പറഞ്ഞു. റിമൂവ് ചെയ്ത് മൊത്തമായിട്ട് കളയണതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു. പിന്നെ ഈ സ്ലൈഡ് കിട്ടിയതിന് ശേഷമാണ് അവര് ഫുള്ളായിട്ടുള്ള ട്രീറ്റ്മെന്റ് ചെയ്യുള്ളൂ അല്ല, അതിന്റെ റിസൾട്ട് വന്നതിന് ശേഷമാണ് ഫുള്ളായിട്ട് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ. എന്നിട്ട് ഞങ്ങള് അന്ന് ഹോസ്പിറ്റലിൽ പോയി 12-ാം തീയതി പോയിട്ട് 17-ാം തീയതി ഓപ്പറേഷൻ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ 16-ാം തീയതി അഡ്മിറ്റ് ആവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഫോൺ വിളിച്ചിട്ട് ഈ റിസൾട്ട് വന്നോന്നൊക്കെ ഹോസ്പിറ്റലുകാരോട് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് 13-ാം തീയതി റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഈ ലക്ഷറിയത്തെ റിപ്പോർട്ട് 13-ാം തീയതി വന്നിട്ടുണ്ടായിരുന്നു. ഓപ്പറേഷൻ ചെയ്യണേക്കാളും കുറച്ച് 4 ദിവസം മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു ഈ റിസൾട്ട്. അതിൽ നെഗറ്റീവായിരുന്നു. എന്നിട്ട് അത് അവർ നോക്കാണ്ട് ഓപ്പറേഷൻ ചെയ്തു. എന്നിട്ട് അത് വീണ്ടും ബയോപ്സിക്ക് അയച്ചു, പരിശോധിക്കാൻ അയച്ചു. അപ്പൊ അതിൽ റിസൾട്ട് ഒരു 18-ാം തീയതി ആയിട്ടാ വന്നത്. 18-ാം തീയതി അയച്ചു. മാർച്ച് 7-ാം തീയതി ആയിട്ടാ പിന്നെ വന്ന റിസൾട്ട്. അപ്പൊ അതില് നെഗറ്റീവായിരുന്നു റിസൾട്ട്.
അതിൽ നെഗറ്റീവായിരുന്നു. അപ്പോൾ നെഗറ്റീവായപ്പോൾ അപ്പോൾ ഞങ്ങൾ ഗംഗാധര സാറിനെ കാണാൻ പോയി. കണ്ടു. അപ്പോൾ ആൾക്ക് എന്തോ ഒരു ഇത് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ അപ്പോൾ ആള് പറഞ്ഞു, ഞാനിതൊന്നും കൂടി ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, വേറെ മരുന്നും കാര്യങ്ങളൊന്നും കഴിക്കേണ്ട, നിങ്ങൾ ഇത് കഴിച്ചാൽ മതി എന്ന് ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് വിറ്റാമിൻ്റെ കുറച്ച് ഗുളികളും മുറിവ് ഉണങ്ങാനുള്ള മരുന്നും അങ്ങനെ. അതിൻ്റെ ഇടയിൽ അമ്മയ്ക്ക് വേറെ പഴുപ്പും കാര്യങ്ങളും വന്നിട്ട് സ്റ്റിച്ച് ഉണങ്ങാണ്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നോക്കാനായിട്ട് പിന്നെ ഇടയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. ഡേറ്റും കാര്യങ്ങളും ഞങ്ങൾക്ക് കറക്റ്റ് ഓർമ്മയില്ല, പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗംഗാധര സാർ പറഞ്ഞു അതിന് പൈസ ഒന്നും മേടിച്ചില്ല, വീണ്ടും ടെസ്റ്റിന് അയക്കണേന് ഞങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചില്ല. സാറ് തന്നെ അത് ടെസ്റ്റിന് അയച്ച് അതിലും നെഗറ്റീവായിരുന്നു. ആകെ വിഷമമുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതുപോലെ നടന്നിട്ട് ഈ ജീവ ലാബിനെതിരെയോ ഈ ഹോസ്പിറ്റലിനെതിരെയോ ഒരു ആക്ഷനും പോലീസുകാർ എടുത്തതായിട്ട് എൻ്റെ അറിവിലില്ല. ഇപ്പോൾ ലാസ്റ്റ് വീക്ക് അവർ പറഞ്ഞു ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, അവർ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിരിക്കണം. അതായത് നമ്മൾ കൊടുത്ത റിസൾട്ടുകളിൽ മുഴുവൻ 100% കാണുന്നവർക്ക് ഏത് സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും ഹോസ്പിറ്റലിന് തെറ്റ് പറ്റിയിട്ടുണ്ടെന്ന്. പ്രേക്ഷകർ ഇപ്പോൾ കേട്ടത് ഈ ഷീജയുടെ മകന്റെയും മകളുടെയും കുടുംബത്തിന്റെ വാക്കുകളാണ്. നവമി ദിനേശ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരും. നവമി, സംഭവിച്ചത് ഗുരുതര പിഴവാണ്, ഇപ്പോൾ നടക്കുന്നത് ഗുരുതര ആരോപണമാണ്. യഥാർത്ഥത്തിൽ ആർക്കാണ് ഇവിടെ പിഴച്ചത്? എന്താണ് സംഭവം? ഭവ്യ, പ്രഥമ ദൃഷ്ട്യാ ഈ ആശുപത്രിയിൽ നിന്ന് തന്നെയാണ് വീഴ്ച സംഭവിച്ചതെന്ന് ഈ കുടുംബം പുറത്തുവിട്ട തെളിവുകളിൽ നിന്നും മനസ്സിലാകും. കാരണം 13-ാം തീയതി 2024 ഫെബ്രുവരി 13-ാം തീയതിയാണ് ഈ ആശുപത്രിയിൽ നിന്നുള്ള ലേക്ഷോർ ആശുപത്രിയിൽ നിന്നും ക്യാൻസർ ഇല്ല എന്നുള്ള റിസൾട്ട് ലഭിക്കുന്നത്, ആ ഒരു ഫലം ലഭിക്കുന്നത്. അത് ഇന്ദിരാഗാന്ധി ആശുപത്രിയിലെ ഫെബ്രുവരി 13-ാം തീയതി ലഭിക്കുന്നുണ്ട്. പക്ഷെ ആശുപത്രിയിലെ ഡോക്ടർമാരടക്കം ഇത് പരിശോധിച്ചില്ല എന്നുള്ളത് കൃത്യമായി മനസ്സിലാകും. അതുകൊണ്ട് തന്നെയാണ് ഫെബ്രുവരി 17-ാം തീയതി ഈ വീട്ടമ്മയ്ക്ക് സർജറി ചെയ്യുന്നത്. തന്റെ വലത് മാരടം നഷ്ടപ്പെട്ട വീട്ടമ്മ മാനസികമായും ശാരീരികമായും വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്. അതിൽ പ്രത്യേകിച്ച് അവർ കൂലിപ്പണി ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. അവർക്ക് ജോലി ചെയ്യാൻ പറ്റാതെയായി, ഹൃദയ സംബന്ധമായിട്ടുള്ള പല അസുഖങ്ങളും അവരെ പിടിപെട്ടു. അതിനൊക്കെ അപ്പുറത്തേക്ക് മാനസികമായി അവർ വലിയ തളർച്ചയിലാണ് ഇപ്പോൾ ആ കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഈ ആശുപത്രിയിൽ നിന്നുള്ള വീഴ്ചയാണെന്ന് ഈ റിപ്പോർട്ടിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും. ഈ ഫെബ്രുവരി 29-ാം തീയതിയായിരുന്നു ഈ റിസൾട്ടിന് ഈ ഒരു ജീവ ലാബിലേക്ക് പരിശോധനയ്ക്ക് അയച്ചത്. വീട്ടമ്മയെ സംബന്ധിച്ച് അവർക്ക് അവരുടെ സ്ഥലങ്ങളിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുകയും പഴുപ്പ് വരികയും ചെറിയ നീർക്കെട്ടുണ്ടാകുകയും ഒക്കെ ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആദ്യം ആശുപത്രിയിൽ കാണിച്ചു. അവിടെ നിന്നാണ് തൃശൂരിലെ ശാന്തി ആശുപത്രിയിൽ കാണിച്ചു. അവിടെ നിന്നാണ് ഇത് ക്യാൻസർ ടെസ്റ്റ് ചെയ്യാൻ നിർദ്ദേശം നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ജീവ ലാബിൽ എത്തുകയും അവിടെ പരിശോധിച്ച് ആ പരിശോധനാ ഫലത്തിൽ നിന്നും വീട്ടമ്മയ്ക്ക് ക്യാൻസർ ഉണ്ടെന്ന് മനസ്സിലാകുകയും ചെയ്തു. ആ റിസൾട്ടിൽ അങ്ങനെയാണ് കാണിക്കുന്നത്. ശാന്തി ആശുപത്രിയിൽ തന്നെ സർജറി ചെയ്യണമെന്ന് നിർദ്ദേശിച്ചു. പക്ഷെ അവിടുത്തെ ചില സൌകര്യങ്ങൾ ഇല്ല എന്ന് കുടുംബത്തിന് മനസ്സിലായതുകൊണ്ട് തന്നെയാണ് ഈ ക്യാൻസർ രോഗ ചികിത്സയുടെ വിദഗ്ധനായിട്ടുള്ള ഡോക്ടർ ഗംഗാധരനെ ഇവർ സമീപിച്ചത്. അത് ഇന്ദിരാഗാന്ധി കടവന്ത്രയിൽ പ്രവർത്തിക്കുന്ന ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ആശുപത്രിയിൽ ഗംഗാധരൻ പരിശോധിക്കുന്നുണ്ട്. അവിടേക്ക് വരികയും ഈ റിസൾട്ട് ജീവ ആശുപത്രിയിലെ റിസൾട്ടുകൾ കാണിക്കുകയും ചെയ്തു. ഡോക്ടർ പറഞ്ഞത് പ്രകാരം അത് ഇവിടെയും ചില ടെസ്റ്റുകൾ നടത്തേണ്ടതുണ്ട്. അതിന്റെ പരിശോധനാ ഫലം കൂടി വന്നതിന് ശേഷം നമുക്ക് സർജറി ചെയ്യാം എന്നാണ് കുടുംബത്തോട് നിർദ്ദേശിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജീവ ആശുപത്രിയിൽ കൊടുത്ത അതേ പരിശോധന, ആ ഒരു സാമ്പിൾ തന്നെയാണ് പിന്നീട് ഇന്ദിരാഗാന്ധി ആശുപത്രിയിലേക്കും എത്തിച്ചത്. അവിടെ ആ സൌകര്യമില്ലാത്തതുകൊണ്ടാണ് ലേക്ഷോർ ആശുപത്രിയിലേക്ക് അയച്ച് ആ പരിശോധന നടത്തിയത്. ആ പരിശോധനാ ഫലം ലഭിക്കുന്നുണ്ട് നെഗറ്റീവാണെന്ന്. അത് കൃത്യമായി തന്നെ ഇന്ദിരാഗാന്ധി ആശുപത്രിയിലേക്ക് എത്തുകയും ചെയ്തു. പക്ഷേ ഡോക്ടർ ഇത് പരിശോധിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഈ ഫലം ഡോക്ടർ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ഇല്ലാത്ത ക്യാൻസറിന്റെ ചികിത്സയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ അവരുടെ സ്ഥലം മുറിച്ചു കളയുന്നതിന് വേണ്ടി ആ ഒരു സർജറി ഇവിടെ ഡോക്ടർമാർ ചെയ്തതെന്ന് നിസ്സംശയം പറയാനും കഴിയും. എന്തായാലും ഇതിനുശേഷം ഈ ജോജോ വി ജോസഫ് എന്ന പ്രശസ്തനായിട്ടുള്ള ക്യാൻസർ സർജനാണ് ഇവർക്ക് ഈ സർജറി ചെയ്തത്. ഡോക്ടറുമായി ബന്ധപ്പെടുമ്പോൾ ഡോക്ടർ പറയുന്നത് തന്നെ ഈ ഗംഗാധരൻ ഡോക്ടർ മുഖേനയാണ് തന്നെ ഈ പേഷ്യന്റ് സമീപിക്കുന്നത്. തന്നിലേക്ക് ഒരു പേഷ്യന്റ് വരുമ്പോൾ താൻ 2 കാര്യങ്ങളാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. ഒന്ന്, ഈ വീട്ടമ്മയ്ക്ക് ക്യാൻസർ ഉണ്ടോ എന്ന്. ആ ഫലത്തിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട് ക്യാൻസർ റിമൂവ് ചെയ്തിട്ടുണ്ട് എന്ന തരത്തിൽ തന്നെയാണ് തനിക്ക് ആ റിപ്പോർട്ട് കിട്ടിയത്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് താൻ ഈ സർജറി ചെയ്യാനും തുടങ്ങിയത്. മറ്റൊന്ന്, ഈ ക്യാൻസർ സെല്ല് പടരാൻ സാധ്യതയുണ്ടോ എന്ന്. പക്ഷേ
വീട്ടമ്മയെ സംബന്ധിച്ച് അവർക്ക് പടരാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഈ ബ്രസ്റ്റ് റിമൂവ് ചെയ്യണ്ട എന്ന് താൻ കുടുംബത്തോട് നിർദ്ദേശിച്ചിരുന്നു. കാരണം താൻ മുന്നോട്ട് വെക്കുന്ന ആശയവും അത് തന്നെയാണെന്ന് ഡോക്ടർ ആവർത്തിച്ച് പറയുന്നുണ്ട്. പക്ഷേ കുടുംബത്തിന്റെ കുടുംബം ആവശ്യപ്പെട്ടത് കൊണ്ട് മാത്രമാണ് ഈ സർജറി ചെയ്യാൻ താൻ നിർബന്ധിതനായതെന്നാണ് ഡോക്ടറിന്റെ വിശദീകരണം. എന്തായാലും ആശുപത്രിയിൽ നിന്നും അല്ലെങ്കിൽ ഈ ആദ്യം പരിശോധിച്ച ഡോക്ടറിന് ഒരു വീഴ്ച സംഭവിച്ചു എന്ന് തന്നെയാണ് കുടുംബം ആരോപിക്കുന്നത്.